ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ പോപ്പുലേഷൻ. 142 കോടി. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം. നമുക്കിവിടുത്തെ ജനങ്ങളെ ഇൻകം വെച്ചിട്ട് മൂന്നാട് തരംതിരിക്കാം: റിച്ച് ക്ലാസ്, മിഡിൽ ക്ലാസ്, പ്യുവർ ക്ലാസ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ മിഡിൽ ക്ലാസ് പണം വേസ്റ്റാക്കുന്ന 3 വഴികളും അതിനുള്ള സൊല്യൂഷൻസുമാണ്. ആദ്യത്തേത് ഫോമോ, ഫിയറിംഗ് ഓഫ് മിസ്സിംഗ് ഔട്ട്. 2023 ആമസോണും ഫ്ലിപ്കാർട്ടും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ബിഗ് ബില്യൺ ഡേയ്സും നടത്തി. ആ 4 ദിവസം കൊണ്ട് 10,000 കോടിയുടെ മൊബൈൽസാണ് വിറ്റഴിച്ചത്. 50% ഓഫറുണ്ട്, 25% ഓഫറുണ്ട്, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ള ഓഫേഴ്സൊക്കെ കാണുമ്പോൾ നമ്മളത് ആ ഓഫർ നഷ്ടപ്പെട്ടു പോകുമെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിലും വില കുറച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഈ സാധനം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ ഈ ഓഫർ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങുന്നു. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഓഫേഴ്സ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം എന്തോരം സാധനങ്ങൾ മേടിച്ചെന്നും നമുക്കത് എന്തോരം ഉപയോഗപ്പെട്ടെന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ. ഇതിൻ്റെ സൊല്യൂഷനാണ് റൂൾ ഓഫ് 24. 24 മണിക്കൂറത്തേക്ക് നിങ്ങൾ ഈ വാങ്ങാൻ പോകുന്ന പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈവശം ഒരു വർഷം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് എന്തുമാത്രം യൂസ് ചെയ്യുമായിരുന്നെന്നും അടുത്ത ഒരു വർഷത്തേക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ എന്തുമാത്രം ഉപയോഗിക്കുമെന്ന് വിചാരിച്ചിട്ട് ഈ സാധനം പർച്ചേസ് ചെയ്യുക. രണ്ടാമത്തേത് ഡെപ്റ്റ് ട്രാപ്പ്. ഇതാണ് രാഹുൽ, സർക്കാർ ഉദ്യോഗസ്ഥൻ, ഭാര്യയും മകളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. 30,000 രൂപ മാസ വരുമാനം വരുന്ന ഇദ്ദേഹം 20,000 രൂപ മാസം അടവ് വരുന്ന രീതിയിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു ഒരു വലിയ വീട് പണിതു. വീട്ടു ചിലവുകൾ കൂടി വന്നതിനാൽ അയാൾക്ക് അദ്ദേഹത്തിന് കൃത്യസമയത്ത് ലോൺ അടയ്ക്കാൻ കഴിയാതെയായി. അവസാനം വീട് ബാങ്ക് ജപ്തി ചെയ്തു. ഈ കഥയിൽ രാഹുൽ ചെയ്ത മിസ്റ്റേക്ക് തന്നെയാണ് നമ്മൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാമ്പത്തിക സ്രോതസ്സോ നോക്കാതെ വീണ്ടും ലോണുകൾ എടുത്ത് കൂടുതൽ കടങ്ങളിലോട്ട് പോകുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം 75% ഇന്ത്യക്കാർക്കും പെട്ടെന്ന് ഒരു വരുമാനം സ്റ്റോപ്പായ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടാൽ ആ മാസത്തെ EMI അടയ്ക്കാനുള്ള എമർജൻസി ഫണ്ട് പോലും കയ്യിലില്ല. ഇതിന് നമ്മൾ ഡെപ്റ്റ് ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. ഇതിനുള്ള ഒരു സൊല്യൂഷനാണ് 50% മാർക്ക്. 50% മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ തിരിച്ചടവും കൂടെ ചേർത്തിട്ട്, ഇപ്പോൾ വീടോ കാറോ പേഴ്സണലോ ഒക്കെ എന്തായാലും ഇതിൻ്റെ എല്ലാ ഈ അടവും ചേർത്തിട്ട്, ഇപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വല്ല വാങ്ങിച്ചാണെങ്കിലോ അടവ് ഒരിക്കലും നമ്മുടെ മാസ വരുമാനത്തിൻ്റെ 50% മുകളിൽ പോകാൻ പാടില്ല. ഇതുകൂടാതെ നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മുടെ മൊത്തം തിരിച്ചടവിൻ്റെ എന്ന് വെച്ചാൽ ഒരു മാസത്തെ അടവിൻ്റെ 3 ഇരട്ടി എപ്പോഴും നമ്മുടെ കയ്യിൽ എമർജൻസി ഫണ്ടായിട്ട് ഉണ്ടാവണം. നമുക്ക് ഏത് സമയത്ത് പെട്ടെന്നൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് നമ്മളൊരു ബിസിനസ് സ്ഥാപനം അടച്ചിടേണ്ടി വന്നാലോ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ജോലി നഷ്ടപ്പെട്ടാലോ ഒരു 3 മാസം നമുക്ക് ഈ ലോണ് തിരിച്ചടയ്ക്കാനുള്ള ക്യാഷ് എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ടിരിക്കുകയും ചെയ്യാം. ഇതാണ് മൂന്നാമത്താണ് ലേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇദ്ദേഹമാണ് മനു. ഇദ്ദേഹം കഴിഞ്ഞ 20 വർഷം 2,000 രൂപ വെച്ച് മാസം SIPയിൽ ജോയിൻ ചെയ്തിരുന്നു. കഴിഞ്ഞ 20 വർഷത്തെ ആവറേജ് റേറ്റിംഗ് 15%. അന്ന് അദ്ദേഹത്തിന് 4,80,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 30,31,910 രൂപ കിട്ടി. ഇത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ രാഹുൽ. ഇദ്ദേഹവും കൂട്ടുകാരനെ പോലെ 2,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് 20 വർഷത്തിന് സ്ഥാനത്ത് 25 വർഷമാണ്. അങ്ങനെ 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ 65,68,147 രൂപയാണ്. അപ്പോൾ 1,20,000 രൂപ കൂടുതലായിട്ട് അടച്ചപ്പോൾ അദ്ദേഹത്തിന് 35 ലക്ഷം രൂപ വ്യത്യാസത്തിൽ കൂടുതൽ എമൗണ്ട് കൈ കിട്ടി. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ലേറ്റായുള്ള വ്യത്യാസം. ഒരേ തുക 5 വർഷം കൂടുതലായിട്ട് അടച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 35 ലക്ഷം രൂപ കൂടുതലാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നേരത്തെ തുടങ്ങണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.